ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം ജാസ്തി, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഇത് പണ്ടുള്ളൊരു വീഡിയോ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഓരോരുത്തർ കൊടുത്ത് ഇടുന്നതാണ്. സെക്കൻഡ് തിങ്, ഒരു ഉസ്താദിന്റെ ഒരു വോയിസ്, അത് എന്റെ വോയിസ് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞ വോയിസ്. കാരണം ആ സമയത്ത് എന്റെ സിറ്റുവേഷൻ കൊണ്ട് ഞാൻ ഒരു ഉസ്താദിന് അയച്ച വോയിസുകളാണ് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ഇവർ ആ വോയിസ് കിട്ടുന്ന എനിക്ക് ഇവർ അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്ക് ആശ എന്ന് പറഞ്ഞ ഒരാള് എന്റെ ലൈഫിൽ വളരെ വലുതാണ്. ഇവൻ പോയി കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് എന്റെ ലൈഫ് എനിക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റൂല. ഒരു വട്ടം ഞാൻ ഒരുപാട് വിഷമിച്ച് ഉണ്ടായ ഒരു സംഭവം നിങ്ങൾ എല്ലാവർക്കും അറിയാം. അതിപ്പോ ഇവിടെ പറയാൻ നമുക്ക് താല്പര്യപ്പെടും. ആ സമയത്ത് ഞാൻ വീഡിയോ ആണ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പോ ഒരു ആളെ പേര് പറഞ്ഞതുകൊണ്ടാണ് ഇവര് കുറേ കൊല്ലങ്ങളായിട്ട് എന്നെ വിടാണ്ട് കൊല്ലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മാനസികമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കുട്ടിക്ക് കുറെ ട്രോളന്മാർ ഫ്രണ്ട്സ് ഉണ്ട്. ഈ ട്രോളന്മാരെ വെച്ചിട്ട് കുറെ കൊല്ലങ്ങളായി ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ താറടിക്കുന്ന കുറെ വീഡിയോസും ഞാനും ഇവര് എടുത്ത് വീഡിയോ ചെയ്യാം. ഭയങ്കരമായിട്ട് ഇവര് എന്താ പറയാ, ഈ ആൾക്കാരിലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഞങ്ങളെ കൊണ്ട് വരുത്തിക്കുന്ന രീതിയിൽ ഇവര് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. മതപരമായിട്ടും വർഗീയമായിട്ടും ഞങ്ങളെ റിലേഷൻ ആയിട്ടും ഞങ്ങളെ കളിച്ചിട്ടും ഞങ്ങൾ കുണ്ടന്മാരെന്തിനാ അങ്ങനെ കണ്ടിട്ട് അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇവര് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്നാമത് നിങ്ങൾ എന്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് തുറന്ന് പറയാൻ എന്റെ ചാനലിലൂടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എത്ര വീഡിയോ ചെയ്താലും അത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല. രണ്ടാമത് എന്നെ അറിയുന്ന ഫ്രണ്ട്സുകളുണ്ട്, എന്നെ മനസ്സിലാക്കുന്ന കുറച്ച് ആൾക്കാർ, അവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഈ കാര്യം ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്. ഈ കുട്ടിയുടെ പേര് പറയാനുള്ള സാഹചര്യം ഞാൻ ഇന്റർവ്യൂവിലാണ് പറഞ്ഞത്. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഊബറിൽ ഊബറിൽ വെച്ചിട്ട് ഞാൻ ഈ കുട്ടിയുടെ ബ്ലോക്കാണ്, എല്ലാവരും ബ്ലോക്കാണ്. അപ്പൊ എന്നോട് ഒരു ദിവസം എന്റെ ഫ്രണ്ട് ചോദിക്കുകയാണ്, ഈ സമയത്ത് ഊബറിൽ പോകുമ്പോൾ എന്റെ ഫ്രണ്ട് ചോദിക്കുകയാണ്, എന്റെ ഈ കുട്ടി കുറെ കൊല്ലങ്ങളായിട്ട് എന്റെ ജാസ്മിനെ വിടാണ്ട് പിടിച്ചിരിക്കണെന്ന് ചോദിച്ചു. അപ്പൊ അപ്പോഴാണ് ഈ കുട്ടിയുടെ വീഡിയോസ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കുമ്പോ കുറെ സോഷ്യൽ മീഡിയയിലുണ്ടെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഓടുന്ന ഒരു ഭയങ്കരമുള്ള വീഡിയോ ആണ്. ഇതേ കണക്കുണ്ടെങ്കിൽ ജാസി ഉണ്ടെങ്കിൽ ഒരു മുസ്ലിയാറിനെ വിളിച്ചിട്ട് ഇതേ കണക്കുണ്ടെങ്കിൽ തൻ്റെ ഹസ്ബൻഡിനെ എങ്ങനെ വലയിലാക്കുക അല്ലെങ്കിൽ കൂടുപാത്രം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറ്റി ചോദിക്കുന്ന രീതിയിലുണ്ട് ഒരു വീഡിയോ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ ജാസി തന്നിരിക്കുന്നത്. എനിക്കുണ്ടെങ്കിൽ അവനെ ഭയങ്കരമായിട്ട് ഇഷ്ടം തന്നെയാണ്. ഞങ്ങൾ സ്നേഹിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. ഈ ഓഡിയോ എന്ന് പറയുന്നത് പണ്ടുണ്ടെങ്കിൽ ഞാൻ ഇതേ കണക്കുണ്ടെങ്കിൽ മുസ്ലിയാറിനെ വിളിച്ചപ്പോൾ ഉള്ളൊരു സംഭവമാണ്. അതിപ്പോൾ ഉണ്ടെങ്കിൽ ആൾക്കാർ കുത്തിപ്പൊക്കി വെളിയിലാക്കുകയും അതിനെ തുടർന്ന് ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ട്രോൾ ചെയ്യുന്നൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതോടെ തന്നെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എപ്പം നോക്കിയാലും തന്നെ ഉണ്ടെങ്കിൽ എപ്പോഴും ഉപദ്രവിക്കുന്നുണ്ട്. തന്നെ പറ്റിയുള്ള വീഡിയോസ് മാത്രമേ ഉള്ളൂ ഇടുന്നുണ്ട്. അതിൽ കൂടെ റീച്ച് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കുറേ നാളുണ്ടെങ്കിൽ ജാസിക്ക് എപ്പോഴും പണിയാണ്. ഓരോ കാര്യങ്ങൾക്കുണ്ടെങ്കിൽ അവർ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ പോലും അത് ഭയങ്കര വലുതാക്കിയുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്. കുറച്ച് നാൾ മുമ്പാണ് ഇതേ കണക്കുണ്ടെങ്കിൽ ഒരു അമ്പലത്തിൽ പോയി അവിടെ ഒരു പ്രശ്നമാവുകയും ചെയ്തായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വേറെ പ്രശ്നങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആൾക്കാർക്കുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അവരുടെ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് തലയിടുകയും അവരെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുകയും ചീത്ത വിളിക്കുന്ന രീതിയിലുള്ള പല വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. സോ അതിനൊന്നും തങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊണ്ട് തങ്ങളെ പറ്റി അവർക്ക് അറിയാം. അതിന് ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നുള്ള രീതിയിലാണ് ഇപ്പം ജാസി പറഞ്ഞിരിക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ.